RSS ശാഖയ്ക്കെതിരെ പോസ്റ്റ് ഇട്ട് കോട്ടയം സ്വദേശിയായ യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കുന്നു. കോട്ടയത്ത് യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തും. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ടോബി ജോൺസൺ വിവരങ്ങളുമായി. ടോബി, ഒരു കുറിപ്പ് എന്നുള്ളത് മാത്രമല്ല, വീഡിയോ പുറത്തു വന്നിരുന്നു ഇന്നലെ. കൂടാതെ ഒരു ഡോക്ടറുടെ മൊഴി, അതൊക്കെ വളരെ പ്രധാനമാകാൻ പോകുന്നു എന്നത് നമ്മൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് നൽകിയതാണ്. അങ്ങനെയെങ്കിൽ എന്താണ് ഇന്നിപ്പോൾ ഈ പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ, പ്രതിഷേധത്തിന്റെ വിവരങ്ങൾ കൂടി? അനുജ, തീർച്ചയായിട്ടും വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വ്യക്തി ആരാണെന്ന് കൃത്യമായി തന്നെ പോലീസിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെ വീഡിയോ സന്ദേശം കൂടി പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഇയാളെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടൻ തന്നെ അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമോ എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമല്ല. പക്ഷേ അന്വേഷണം കൃത്യമായ ദിശയിൽ തന്നെയാണ് നടക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ചും ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും എല്ലാം ഈ വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭം നടത്താനുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഉള്ളത്. ഇന്ന് പൊൻകുന്നത്തെ ഡിവൈഎഫ്ഐയുടെ ഒരു മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. രാവിലെ തന്നെ ആ മാർച്ച് നടക്കും. അതോടൊപ്പം തന്നെ അതിനുശേഷം യൂത്ത് കോൺഗ്രസ് ഡിവൈഎസ്പി ഓഫീസിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നടത്തുന്നുണ്ട്. അങ്ങനെ ഇതൊരു രാഷ്ട്രീയമായി തന്നെ ഈ ഒരു വിഷയത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വിഷയത്തിൽ പോലീസ് സ്വീകരിച്ചിരിക്കുന്ന നിലപാട്, ആദ്യമേ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കം ചുമത്തി കേസെടുത്ത് അന്വേഷണം നടത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഈ വീഡിയോ കൂടി പുറത്തു വന്ന പശ്ചാത്തലത്തിൽ, അത്തരത്തിൽ കൃത്യമായിട്ടുള്ള ആളുടെ പേരടക്കം പുറത്തു വന്നൊരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോലീസും എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനുജ, ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.